ഓക്കെ, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പെരിമെൻറ്റ് നമ്പർ 1 കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഫെമിലിയറൈസേഷൻ ആണ്. ഇതിൽ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു HP-യുടെ മദർ ബോർഡാണ്. ഇതൊരു DDR2 സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡാണ്. ഇതാണ് ഇതിൻ്റെ CPU സോക്കറ്റ്, അഥവാ നമുക്ക് CPU വെക്കാനുള്ളത്. ഇതാണ് 4 RAM സ്ലോട്ടുകൾ, അതായത് RAM മെമ്മറി പ്ലേസ് ചെയ്യാനുള്ളത്. ഇത് IDE അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ്, പാറ്റ എന്നെല്ലാം പറയുന്ന ഈ പഴയ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന 40 പിന്നുള്ള പഴയ കണക്ടറാണ് ഈ റെഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഫ്ലോപ്പി ഡ്രൈവിൻ്റെതാണ്. ഈ ബ്ലാക്കിൽ കാണുന്നത് ഇതാണ് 24 പിൻ ATX മദർ ബോർഡിലേക്ക് പവർ സപ്ലൈ SMPSൽ നിന്നും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് 12 വോൾട്ട് CPU-ന് സെപ്പറേറ്റ് ആയിട്ട് SMPSൽ നിന്നും വരുന്ന പവർ സപ്ലൈ ആണത്. ഇതാണ് നമ്മുടെ നോർത്ത് ബ്രിഡ്ജ്, ഇതാണ് നമ്മുടെ സൗത്ത് ബ്രിഡ്ജ്. ഇത് നമ്മുടെ സാറ്റ, അതായത് പുതിയ ഹാർഡ് ഡിസ്കുകൾ CD ഡ്രൈവുകളൊക്കെ ഈ പവർ പിന്നിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതാണ് PCIe, ഇത് PCI, ഇത് AGP. ഇതാണ് ബാക്ക് പാനൽ പോർട്ടുകൾ. ഇത് PS2 ആണ്. നമുക്ക് മൗസും കീബോർഡും കണക്ട് ചെയ്യാനുള്ള പോർട്ടുകളാണ്. ഇതാണ് സീരിയൽ പോർട്ട്, ഇത് പാരൽ പോർട്ട്, ഇത് VGA പോർട്ട്, ഇത് USB-A, ഇത് RJ45. ഇത് നമുക്ക് എങ്ങനെയാണ് പ്രോസസ്സർ ഈ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നത് നോക്കാം. ഇവിടെ 2 നോച്ച് ഉണ്ട്. എങ്ങനെയാണോ ഈസി ആയിട്ട് നമുക്കൊരു മദർ ബോർഡിലേക്ക് ആ പ്രോസസ്സർ ഫിറ്റ് ചെയ്യാൻ പറ്റുക, ആ രീതിയിലായിരിക്കും അതിൻ്റെ ഫിറ്റിംഗ് കിടക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പിന്നെ അയച്ചേക്കുന്നു. അതിനുശേഷം ഈ നോച്ച് നമ്മൾ ശ്രദ്ധിക്കുക. പ്രൊസസ്സറിലുള്ള ഈ നോച്ച് നമുക്ക് മദർ ബോർഡിലുള്ള ആ സോക്കറ്റിലും കാണണം. ആ സോക്കറ്റിന് കൃത്യമായിട്ട് മദർ ബോർഡിൽ എങ്ങനെയാണോ അതിൻ്റെ നോച്ച്, ഈ കാണുന്ന നോച്ച് ഏത് ഭാഗത്താണോ കൃത്യമായി നിൽക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഇപ്പോൾ ഞാനത് തിരിച്ച് ഈ രീതിയിൽ ഫിറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അതവിടെ വളരെ സോഫ്റ്റായി തന്നെ നമുക്കത് വെക്കാൻ പറ്റും. നമ്മളൊന്ന് പ്രഷറും കൊടുക്കാതെ പതുക്കെ ഇത് സോക്കറ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് CPU നമ്മുടെ മദർ ബോർഡിൽ അറ്റാച്ച് ചെയ്ത് ഇതിന് ശേഷം തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യുക. ഇത് ഹീറ്റ് സിങ്കിലേക്ക് വളരെ പെട്ടെന്ന് പോകാനുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഫാൻ വെക്കുന്നു, ഫാൻ കാറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ മദർ ബോർഡിൽ ഫാൻ കണക്ട് ചെയ്തു. അതിൻ്റെ CPU ഇനിയിപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ CPU വളരെ സേഫായി കൂളായി തന്നെ വർക്ക് ചെയ്യും. ഇനി നമ്മൾ RAM ആണ്, ഇതിലൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് PC2, അതായത് ഇത് DDR2 ആണ്, 1 GB ആണ്. ഇതെന്നെല്ലാം ഇതിൻ്റെ മുകളിൽ മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അത് നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മളിത് റാമിനുള്ള സ്ലോട്ടിലേക്ക് അത് കണക്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ഈ ഒരു കട്ടിങ് ശ്രദ്ധിക്കണം. കാരണം അത് കട്ടിങ് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് റാം വർക്ക് ചെയ്യില്ല. നമ്മളത് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ റാം ഡാമേജ് വരും. സോ അത് കറക്റ്റാക്കിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, പ്രഷർ ലോ പ്രഷർ കൊടുത്ത് ഐഡിയൽ പ്രഷർ കൊടുത്ത് വേണം അത് ഇൻസേർട്ട് ചെയ്യാൻ. സോ നമ്മൾ റാം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് പവർ സപ്ലൈ ആണ്. ഈ മദർ ബോർഡിന് ആവശ്യമായ പവർ സപ്ലൈ കൊടുക്കണം. അത് ഈ 24 പിന്നിൽ നമ്മൾ ആദ്യം പവർ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ മദർ ബോർഡിലേക്ക് ഉള്ള CPU-ന് വേണ്ട പവർ നമ്മൾ 12 വോൾട്ട് ഇവിടെ നൽകുന്നു. ഇപ്പോൾ ഈ മദർ ബോർഡിലേക്കുള്ള SMPSൻ്റെ കണക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു മദർ ബോർഡ് ഇപ്പോൾ വർക്കിങ്ങിന് റെഡി ആയിട്ടാണ് ഉള്ളത്. ഇത്ര മാത്രമേ ഈ ഒരു മദർ ബോർഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യേണ്ടതുള്ളൂ, അതിൻ്റെ ബേസിക് വർക്കിങ്ങിന് വേണ്ടി. ഇനി നമുക്ക് ഹാർഡ് ഡിസ്ക് ആണ് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഗ്രാഫിക്സ് കാർഡ് ഈ AGP പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് നെറ്റ്വർക്കിംഗ് കാർഡുകൾ അഡീഷണലായി വൈഫൈ ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വൈഫൈ എല്ലാം നമ്മൾ ഈ PCI സ്ലോട്ടിലാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ബിൽറ്റിനായി നമുക്ക് വൈഫൈ ഇല്ലാതായിരിക്കും മിക്കവാറും മദർ ബോർഡുകൾ വരിക. അപ്പോൾ അതിലേക്ക് നമ്മൾ വൈഫൈ കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് RJ45 അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ബിൽറ്റിൻ ഒരു RJ45 ഉണ്ട്. ഒരു കണക്ടർ കൂടി നമുക്ക് NIC കൂടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് DDR റാമുകൾ. ആദ്യം ഈ കാണുന്നതാണ് DDR3 റാമുകൾ. ഇതിന് ശേഷം തൊട്ട് താഴെയുള്ളതാണ് DDR2.
ഇത് DDR1, ഇത് SD RAM എന്ന് പറയുന്ന 2 നോച്ചുള്ളതാണ് SD RAM. ഓക്കെ, ഇത് SD റാമിൻ്റെ ഒരു പഴയ മദർ ബോർഡാണ്. നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പഴയൊരു മദർ ബോർഡ് ഞാൻ സംഘടിപ്പിച്ചതാണ്. ഇപ്പോൾ SD റാമിലുള്ള ആദ്യത്തെ DDR1 മുമ്പുള്ള റാമുള്ള 2 നോച്ച് വരുന്ന 2 കട്ടിങ് വരുന്ന റാമുള്ള ഒരു മദർ ബോർഡാണിത്. ഇൻ്റലിൻ്റെ പഴയ സെലറോൺ പ്രോസസ്സറാണ് ഇതിലുള്ളത്. ഇതിൽ നമുക്ക് എല്ലാ കമ്പണൻസും കാണാം, ഒരുവിധം എല്ലാ കമ്പണൻസും കാണാം. പക്ഷേ ഈ ഇതിൽ സാറ്റയൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണില്ല. സാറ്റ കണക്ടർ അതൊന്നും കാണില്ല. ഇത് നമുക്ക് പതുക്കെ ഇവിടുന്ന് പ്രോസസ്സറൊന്ന് അയച്ചെടുക്കാം. ശ്രദ്ധിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നുകൾ ഡാമേജ് ആയിപ്പോകും. ഇത് കണ്ടോ, ഇതാണ് പിൻ ഗ്രിഡ് അറേ. ഈ പ്രോസസ്സർ പിന്നുകൾ കൊണ്ടാണ് ഈ പ്രോസസ്സറിൽ നിന്നും പിന്നെ മദർ ബോർഡിലേക്കാണ് ഉള്ളത്. ഇതിനെ നമ്മൾ പിൻ ഗ്രിഡ് അറേ എന്നാണ് പറയുക. ഓക്കെ, ഇതൊരു DDR3 സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മദർ ബോർഡാണ്. AMD Athlon ആണ് ഇതിൻ്റെ പ്രോസസ്സർ. നമുക്കറിയാം എല്ലാ മദർ ബോർഡിലെയും കമ്പണൻ്റ് പോലെ തന്നെ ഇതിലും PCIയും നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും സാറ്റിയും എല്ലാം ഉണ്ട്. ഇതാണ് പ്രോസസ്സറിൻ്റെ ഫാൻ. PC3 എന്ന ഇതിൻ്റെ റാമിൽ എഴുതിയിരിക്കുന്നു. അതായത് ഇത് DDR3 റാമാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. പുതിയ രീതിയിലൊക്കെ അങ്ങനെയാണ് നമ്മൾ ലേബലിൽ നിന്നും ഏത് വെർഷനാണ് റാമിൻ്റെ എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഫാൻ ഒന്ന് അയച്ച് നോക്കാവുന്നതാണ്. ഒരു ലാച്ച് അയച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാൻ നമുക്ക് കിട്ടും. ഇതിൻ്റെ ലാച്ചും അയച്ച് ഇത് നമുക്ക് കാണാം. ഇതൊരു പിൻ ഗ്രിഡ് അറേയാണ്. ഈ പ്രോസസ്സറിൽ നിന്നും പിൻ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തോട്ട് വന്നാണ് കാണാവുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് SMPS എങ്ങനെയാണ് ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതാണ്. ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ SMPS പവർ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. മദർ ബോർഡിൽ കണക്ട് ചെയ്തിട്ടും പവർ ഓൺ ആവാത്ത സിസ്റ്റം ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഗ്രീനും ബ്ലാക്കും തമ്മിലുള്ള വയർ മറ്റൊരു ചെറിയ ജമ്പർ ഉപയോഗിച്ച് ഷോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ SMPSൻ്റെ സൈഡിലുള്ള ഫാൻ ഇതുപോലെ കറങ്ങി തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ SMPS പ്രാഥമികമായി വർക്കിംഗ് ആണ് എന്നാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വയറിൽ നിന്നുമുള്ള നമ്മുടെ മാനുവൽ പ്രകാരമുള്ള വോൾട്ടാണ് ഇതിനെ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ SMPS പൂർണ്ണമായും വർക്കിംഗ് ആണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വോൾട്ട് മീറ്റർ എടുത്ത് ഇതിൻ്റെ DC വോൾട്ടുകൾ ഔട്ട് ഫുൾ ചെക്ക് ചെയ്യുന്നു. ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം, കാരണം പവർ സപ്ലൈ വരുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ നമുക്കൊരു ഡിവൈസ് ലഭ്യമാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ 500 രൂപയാണ് ഏകദേശം ഇതിൻ്റെ വില വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എല്ലാ വോൾട്ടും കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അതിനുശേഷം നമ്മളിത് തിരിച്ച് കമ്പ്യൂട്ടറിലേക്ക് മദർ ബോർഡിലേക്ക് തന്നെ കണക്ട് ചെയ്തു ഈ SMPS. ഇനി നമുക്കിതിൻ്റെ പവർ ഓൺ ചെയ്യണം. അതുകൊണ്ട് നമ്മളിനി എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഫ്രണ്ട് പാനൽ കൊടുക്കുന്ന അവിടെ നമ്മൾ ആ ജമ്പറിൽ അവിടെ നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ മദർ ബോർഡ് വർക്കിംഗ് തുടങ്ങിയിരിക്കുന്നു. നമുക്കിതിൻ്റെ ഔട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ഔട്ട് വരുന്നുണ്ട്. സോ ഈ പോർഷൻസാണ് ഇതിൻ്റെ മോണിറ്ററിൻ്റെ ഉള്ളിൽ. ഇത് മോണിറ്ററിൻ്റെ മദർ ബോർഡ് VGA നമ്മൾ കണക്ട് ചെയ്യുന്ന ഭാഗം. ഇതാണ് ഇതിൻ്റെ LED, കാണുന്ന LED കണക്ട് ചെയ്യുന്ന അതിൻ്റെ കൺട്രോളർ. LED നമുക്ക് വർക്ക് ചെയ്യുന്ന കൺട്രോളറാണ് നമ്മൾ മേലെ കണ്ടത്. ഈ ഭാഗത്തുള്ള ഇങ്ങനെ LED നമുക്ക് അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിരിക്കും, അതാണ് ഈ കൺട്രോളർ. ഇതാണ് ഇതിൻ്റെ SMPS, അതായത് ഇതിൻ്റെ പവർ സപ്ലൈ. സോ ഇനി നമ്മൾ ഈ മോണിറ്ററിൻ്റെ ഭാഗങ്ങൾ കണ്ട് ഇവിടുന്ന് VGA ഔട്ട് പോയി അത് നമുക്ക് മോണിറ്ററിൻ്റെ ഇതിലേക്ക് മദർ ബോർഡിലേക്കാണ് അല്ലെങ്കിൽ അതിലേക്ക് കയറി. സോ ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത്, ഇവിടെ സിസ്റ്റം വർക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ഹാർഡ് ഡിസ്കിലേക്കുള്ള സാറ്റ, അതായത് ഹാർഡ് ഡിസ്കിൽ നിന്നുള്ള ഡാറ്റ സാറ്റ കേബിൾ വഴി മദർ ബോർഡിലേക്ക് എത്തിക്കുന്നത് ഈ ചുവന്ന കേബിൾ വഴിയാണ്. ഈ കേബിളാണ് നമ്മുടെ ഇതിലേക്ക് SMPSൽ നിന്നും ഹാർഡ് ഡിസ്കിലേക്ക് പവർ നൽകുന്നത്. അതായത് പവർ സാറ്റ എന്ന കേബിൾ ഇതാണ്. ഇത് തന്നെയാണ് DVDക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഫ്രണ്ട് USB ആണ് നമ്മൾ കാണുന്നത്. ഫ്രണ്ട് USBകളൊക്കെ നമുക്ക് പാനലിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗമാണ്. ശരി, നമുക്ക് റാം ഇല്ലാതെ ഒന്ന് പ്രവർത്തിച്ച് നോക്കാം. റാം ഇല്ലാതെ നമ്മളിനി പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പീപ്പ് സൗണ്ട് കേൾക്കുകയും തുടർന്ന് നമുക്ക് ഡിസ്പ്ലേ ഔട്ട് ഇല്ലാതാവുകയും ചെയ്യും. അതായത് റാമിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഡസ്റ്റൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ഔട്ട് ഉണ്ടാവുകയില്ല. ഇനി നമ്മൾ ഇതിപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ
പവറൊക്കെ ഓണാണ്. ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഔട്ടും ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്കിതിൻ്റെ ഗ്രബ് എടുത്ത് സാധാ സിസ്റ്റം പോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ യഥാർത്ഥത്തിൽ ഒരു സിസ്റ്റത്തിനെ അസംബ്ലി ചെയ്യാൻ ആവശ്യമുള്ളൂ. നമുക്കതിൻ്റെ OS കിട്ടി, ഔട്ട് കിട്ടി, OS ലോഡായി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, വളരെ എളുപ്പം. എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ മിനിമം ഞാനിതിൽ ഈ ഹാർഡ് ഡിസ്കിൻ്റെ അതേപോലെ തന്നെയാണ് CD ഡ്രൈവും കണക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് അതിൻ്റെ കണക്ഷൻ ഇവിടെ പറയുന്നില്ല. കാരണം എങ്ങനെയാണോ ഹാർഡ് ഡിസ്കിൻ്റെ ഇത് വരുന്നത് അതേപോലെ തന്നെയാണ് CD ഡ്രൈവിൻ്റെതും വരുന്നത്. അതുകൊണ്ട് ഞാനത് അധികം പറയുന്നില്ല. ഇത്രയും കമ്പോണൻറ്റുകളാണ് ഇത്. നമുക്ക് ഇത് ബാക്ക് പാനലാണ്. ഇത്രയും കമ്പോണൻറ്റുകളാണ് മെയിനായിട്ട് നമുക്കൊരു മദർ ബോർഡിൽ അറിയാനുള്ളത്. സോ നമുക്കിനി ഷട്ട് ഡൗൺ ചെയ്യാം. ഇന്ന് നമ്മൾ അപ്പോൾ നോക്കിയത് ബേസിക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പോണൻസ് ആണ്. ഇതിൽ പെരിഫറൽസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ, പ്രിൻ്റർ, ഔട്ട്പുട്ട് ഇതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അതായത് മെയിനായിട്ട് മദർ ബോർഡ്, ഇത് ഇത്ര കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ മദർ ബോർഡ് ബെൻഡ് ആവാതെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പ്രോസസ്സറിൻ്റെ സോക്കറ്റുകൾ ഇടുമ്പോൾ അതിൻ്റെ പിൻ ഡാമേജ് വരാതെ നോക്കണം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പവർ ഓഫ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കൈ ടച്ച് ചെയ്തിട്ടുള്ള ചെറിയ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ മതിയാവും ഈ കമ്പോണൻറ്റുകളൊക്കെ കംപ്ലൈൻറ്റ് വരാൻ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇനി റാം ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. തീർച്ചയായും നമ്മൾ SMBSൽ നിന്നും പവർ ഡിസ്കണക്ട് ചെയ്തിരിക്കണം. അല്ലാതെ റാം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റാം കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റാമിൽ ഡസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ട്. അത് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റാം വർക്ക് ചെയ്തോളുന്നില്ല. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, SMBSൽ റാം നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, SMBSൽ ഉള്ള പവർ ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം അതിൽ കപ്പാസിറ്ററിലുള്ള പവർ നമ്മൾ ഫുൾ ലോസ് ആക്കിയതിന് ശേഷം മാത്രമേ റാമൊക്കെ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത്തരം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെയും അഡ്വാൻസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നമുക്ക് നോക്കാനില്ലാത്തതുകൊണ്ട് അത്രയും നോക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ബ്രീഫ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തിയറികൾ, കുറച്ച് ഓരോരോ കമ്പനിയുടെ ഫംഗ്ഷനുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്ലൈൻ ഫോർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന ഒരു വലിയൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റുകളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് അസംബ്ലി ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് അതിൻ്റെ തിയറി കാര്യങ്ങളൊക്കെ നോക്കാൻ ആ ഒരു വീഡിയോ, ഔട്ട്ലൈൻ ഫോർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന വീഡിയോ ആണ് നല്ലത്. അതുകൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമാവും. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ മിനിമം വേണ്ട കാര്യങ്ങൾ, മിനിമം വിവരങ്ങൾ നമുക്ക് ഇതിൽ നിന്നും ലഭ്യമാകും. ഓക്കെ, താങ്ക് യു.